ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ മാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് പൂപ്പിൽ വരാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കുറേ കാലം എങ്ങനെ ഈ ഉപ്പിലിട്ടത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ ചെയ്യുന്നത്. നമുക്ക് ഈ മാങ്ങ പൂളാക്കി ചെറുതാക്കി നീളത്തിൽ നുറുക്കി നമ്മൾ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കടലോരത്തൊക്കെ നമ്മൾ മാങ്ങാപ്പൂളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടില്ലോ ഉപ്പിലിട്ടത്, അതുപോലെയാണ് എങ്ങനെയാണ് അത്ര ക്രിസ്പി ആയിട്ട് ആക്കുക, അതുപോലെ തന്നെ പൂപ്പലൊന്നും വരാണ്ടിരിക്കുക, അതിനൊക്കെ വേണ്ടിയുള്ള ചെറിയ ടിപ്സൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് മൂവാണ്ടൻ മാങ്ങയാണ്, താഴ്ത്ത് വീഴാണ്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ ഒരു ചതവ് പറ്റും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇത് നമ്മൾ നല്ലോണം കഴുകിയെടുക്കണം. അത് ഞാൻ ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ വല്ല കൃമികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങ മുക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു പോണിയിൽ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പിൻ്റെ മേലെ കല്ലുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ തിളപ്പിച്ച് ഒരു ഇളം ചൂട്, അതായത് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പാകത്തിൽ ചൂടാറണം. അത് കാരണം ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചു. അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട അറിയാം, വെള്ളത്തിൽ കല്ലുപ്പ് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇതേപോലെ അഴുക്കുണ്ടാവും. കണ്ട, അപ്പോൾ നമ്മൾ അതിൻ്റെ തെളി ഒഴിച്ചാൽ മതി കുപ്പിക്ക്. അപ്പോൾ നല്ല കറക്റ്റ് ആവും. അപ്പോൾ അഴുക്ക് മാറ്റി കളയുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് തിളപ്പിക്കണത്. നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങി. ഇപ്പോൾ നമുക്ക് മാങ്ങിടാം. ആ പുറമേയുള്ള കീടാണുക്കളുടെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇത്രയേ വേണ്ടൂ. അപ്പോഴേ തന്നെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. മാങ്ങയുടെ തൊലിപ്പുറം വരെ നല്ല ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണല്ലോ ഉപ്പിലിടുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പിന്നെ കഴുകണമൊന്നുമില്ലല്ലോ, ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കഴുകണത്. ഇത് നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. അതിന് ശേഷം ഇത് നല്ല തുണിയിൽ തുടയ്ക്കാം. ഇപ്പോൾ പുറമെ വരുന്ന രോഗാണുക്കളൊക്കെ, അതായത് കീടങ്ങളുടെ മുട്ടകൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴുകി വൃത്തിയായി. ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ടാൽ മതി. ഉപ്പുമാങ്ങ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയി ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കിച്ചണിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു ഉപ്പുമാങ്ങ ഇടുന്നതിനെ പറ്റിയിട്ട്. അപ്പം നമ്മുടെ മാങ്ങ ഇതേപോലെ ഓരോന്നെടുത്ത് നല്ലോണം തുടയ്ക്കണം. ടിഷ്യൂ പേപ്പർ അതുപോലെ തുണി എടുത്തിട്ട് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കണം. ഒരു തരി ജലാംശം പാടില്ല. അങ്ങനെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും, ഒരു പൂപ്പലും ഉണ്ടാവില്ല, വളരെ ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇത് ചിലവാകും. വെക്കേഷൻ കാലമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ഓരോ കഷ്ണമായിട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ തീരും. ഇതുപോലെ തുടച്ച് അപ്പോൾ ഒരു തരി വെള്ളലിനി നമുക്ക് കഷ്ണങ്ങളാക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ എടുത്ത് ഇതുപോലെ ചെത്താം, 8 ചെത്തിക്കളയാം. അതിന് ശേഷം കണ്ട ഇവിടെ ജസ്റ്റ് ഒരു കറുപ്പുണ്ട്, അതും കൂടി ഒന്ന് ഞാൻ ചെത്തുന്നുണ്ട്. ഇതും ഇങ്ങനെ വലിയ കറുപ്പ് കളർ ഉണ്ടെങ്കിൽ ചെത്തിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും അങ്ങനെ പൂളിയെടുക്കാം. നല്ല പച്ച മാങ്ങയായിരിക്കണം, അപ്പോഴാണ് മാങ്ങ ഉപ്പിലിട്ടതിന് നല്ല രുചി ഉണ്ടാവുക. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം, അപ്പോഴാണ് കടിക്കാനായിട്ട് കിട്ടുക. ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇത് 3 ആക്കിയിട്ടുണ്ട്. ഇത് 2 ആക്കി. ഇത് മൂവാണ്ടൻ മാങ്ങയായ കാരണം തൊലി ചെത്തി കളയേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് തൊലിയാണ്. തൊലി നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കടിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ഇടാം. ഇതുപോലെ എല്ലാം മാങ്ങി നമുക്ക് ചെത്താം. മാങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ നീളത്തിൽ ചെത്തിയെടുത്തു. ഇനി നമുക്കിത് എല്ലാം മാങ്ങി ഒന്ന് തുണിയിലൊന്നിട്ട് പരത്തിയിട്ടൊന്ന് ഫാൻ ഇടണം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു നനവ് മാങ്ങയെന്ന് തന്നെ ഇങ്ങനെ ഊറി വരും, ചെറുതായിട്ട് വെള്ളം. അത് മാറാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട്. ഇതിപ്പോൾ നമ്മൾ പരത്തിയിട്ടു. ഇനി ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പിടുക്കാം, വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. മാങ്ങ ചെത്തുമ്പി ഉണ്ടാകുമ്പോൾ ചെറിയൊരു വെള്ളമില്ല, അതാണത്. എന്നിട്ട് നമ്മൾ 1/2 മണിക്കൂർ ഫാൻ ഇട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വറ്റി പൊക്കോളും. വെയിലത്ത് വെക്കേണ്ട. വെയിലത്ത് വെക്കുമ്പോൾ ഒരു വാട്ടരസം വരും. നമ്മൾ പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല കാന്താരി വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ കഴുകി നല്ലോണം ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് നടു കീറാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടു വെട്ടിയാൽ മതി. എന്നിട്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പാങ്ങയ്ക്ക് വേറെ ലെവല് ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ഉപ്പാങ്ങ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴുകി നല്ല വെയിലത്തൊക്കെ വെച്ച് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നല്ല ഉണക്കി എടുത്തുള്ളത്
അപ്പം പിന്നെ പൂപ്പൽ ഒരിക്കലും വരില്ല. അതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഫാനൊക്കെ ഇട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടല്ലോ, ആ മാങ്ങ നമുക്ക് ചേർക്കാം. അരിഞ്ഞിട്ടും നമ്മൾ 1/2 മണിക്കൂർ ഫാൻ ഇട്ടാലാണ് എല്ലാ വെള്ളം പോവുള്ളോ മാങ്ങാമത്തെ. അപ്പോഴാണ് തീരെ പൂപ്പൽ വരാണ്ടിരിക്കുക. അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൂപ്പൽ വരും. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂപ്പൽ ഒരിക്കലും വരില്ല. അപ്പം നമ്മൾ മാങ്ങിയിട്ടു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർത്തു. പിന്നെ 2 സ്പൂൺ ഉപ്പ് ചേർത്തു, കല്ലുപ്പ്. അതിന് ശേഷം നമ്മൾ ഉപ്പ് വെച്ച് വെള്ളം തിളപ്പിച്ചത് അനക്കാണ്ട് എടുത്തൊഴിക്കണം. അപ്പം അഴുക്കൊക്കെ അടിയിൽ അടിഞ്ഞോളും. ചൂടാറിയതിന് ശേഷം ഒഴിക്കുക. ഇനി നമ്മൾ ഏറ്റവും വലിയ ടിപ്പാണ് നമ്മൾ ചൊറുക്കിന് ഒഴിക്കുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉപ്പുമാങ്ങ ഇരുന്നോളും. അതുപോലെ തന്നെ പൂപ്പലും വലിയത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ചേർത്തുണ്ട്. അതിന് ശേഷം അടച്ച് എടുത്ത് വയ്ക്കുക. നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ ഉപ്പാങ്ങ വളരെ ടേസ്റ്റോട് കൂടി, അതായത് നമ്മളിങ്ങനെ വാങ്ങിച്ച് കഴിക്കില്ലോ അതുപോലെ, പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഒക്കെ ഓരോന്നൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല എരിവിലൊക്കെ നമ്മുടെ ഉപ്പാങ്ങ ഇരിക്കും.